സാറേ നമസ്കാരം. ഞാൻ ഈ വീഡിയോ മാക്സിമം 10 to 15 മിനിറ്റ്സിന് അപ്പുറം പോകാത്ത രീതിയിൽ ഇതിൻ്റെ അകത്തെ കണ്ടന്റുകൾ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം സാറേ. ഇതാണ് നമ്മുടെ വീടിൻ്റെ ലേഔട്ട്. ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും ബെത്ത് ലിവിങ്ങിൻ്റെ പ്രോഡക്ട്സാണ്. കിച്ചണ്, ബെഡ്റൂമ്, ഡൈനിങ് റൂമ്, വാനിറ്റി ഏരിയ എല്ലാം ബെത്ത് ലിവിങ്ങിൻ്റെ പ്രോഡക്ട്സാണ്. ഞാൻ ഫസ്റ്റ് നമ്മുടെ HVACയുടെ കാര്യത്തെപ്പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. HVACക്കകത്ത് LG എന്ന് പറഞ്ഞ ബ്രാൻഡിന് മാത്രമേ ഉള്ളൂ ഈ മൾട്ടി ഐ. സാറ് VRV ചോദിച്ചില്ലേ, ഈ VRV തന്നെയാണ്. VRVയുടെ വേറൊരു പകിട്ടുകാരനാണ് ഈ LG മൾട്ടി ഐ. ഈ മൾട്ടി ഐ എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ഔട്ട്ഡോറിനകത്ത് ഇരുന്നുകൊണ്ട്, ഇതിൻ്റെ കാറ്റലോഗ് ഞാൻ സാറിന് ഷെയർ ചെയ്യാം. ഈ ഒരു ഔട്ട്ഡോർ ഇരുന്നുകൊണ്ട് നമുക്ക് 3 ഇൻഡോർ കൊടുക്കാം. ആ 3 ഇൻഡോർ ഇതുപോലെ നോർമൽ ഹൈ വോള്, അല്ലെങ്കിൽ കാസറ്റ് ടൈപ്പ്, അതല്ലെങ്കിൽ ഡക്റ്റബിൾ ടൈപ്പ്, ഇങ്ങനെ നമുക്ക് ഒരു യൂണിറ്റിനകത്തിരുന്ന് 3 ഔട്ട്ഡോർ യൂണിറ്റ് വരെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ ഒരു യൂണിറ്റ് ഇരുന്ന് 2 ഔട്ട്ഡോർ കൊടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ ഈ 3 എണ്ണത്തിനകത്താണ് കാസറ്റ് വരുന്നത്, കാസറ്റ് ടൈപ്പ് വരുന്നത്. ഇതുപോലെ നമുക്ക് പല ഔട്ട്ഡോർ യൂണിറ്റ്സുകൾ വരാതെ ഒരു ഔട്ട്ഡോറിൽ ഇരുന്ന് തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇൻഡോർ കൊടുക്കാം. സെയിം നമ്മുടെ VRFന്റെ സെയിം സിസ്റ്റം തന്നെ. അപ്പം ഒരു യൂണിറ്റ് പ്രവർത്തിക്കുമ്പോൾ ആ ഒരു യൂണിറ്റിന്റെ മാത്രം ഇതായിരിക്കും, പവറാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിന് ഈ കാറ്റലോഗ് ഞാൻ ഷെയർ ചെയ്യുമ്പോൾ സാറിന് കാണാം. ഇവിടെ സാറ് ഒന്ന് നോക്കിയാൽ മതി. ഈ ഒരു 4ാമത്തെ പേജിൽ സാറ് നോക്കിയാൽ ഇത് കുറച്ചും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഇത് കൊടുക്കുന്നതിന് ഒരു ഇതുണ്ട്. 1 ടണ്ണ്, 1.5 ടണ്ണ്, 1.5 ടണ്ണ്, അല്ലെങ്കിൽ 1.5 ടണ്ണിന്റെ ഇപ്പൊ 18 എന്ന് പറഞ്ഞാൽ 1.5 ആണ്. 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ടണ്ണ്. 12,000 BTU, 18,000 BTU, 24,000 BTU. ആ 24 എന്ന് പറഞ്ഞാൽ 2 ടണ്ണ്. അപ്പോൾ 4 ടണ്ണിന്റെ ഒരു മെഷീനാണ് എടുക്കുന്നെങ്കിൽ 2 ടണ്ണ്, 1.5 ടണ്ണ്, 1 ടണ്ണ്. അപ്പം 2, 3.5, 4.5. അതായത് എഫിഷ്യൻസി VRF പോലെ തന്നെ 120% വരെ എഫിഷ്യൻസി കൂട്ടാൻ പറ്റും. 4 ടൺ ആണെങ്കിലും 4.5 ടൺ വരെ നമുക്ക് എടുക്കാൻ പറ്റും. ഇതാണ് ഈ 3 യൂണിറ്റ് വരുമ്പോൾ 1 ടൺ, 1 ടൺ, 1 ടൺ. അപ്പോൾ ഇതാണ് മൾട്ടി എന്ന് പറഞ്ഞ സീരീസ്. ഈ മൾട്ടി സീരീസ് നമ്മുടെ പ്രോജക്റ്റിനകത്ത് എന്തുകൊണ്ട് സജസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ ഡക്റ്റബിൾ എന്ന് പറയുമ്പം സാർ ആ ബാത്റൂമിനകത്ത് സീലിങ്ങിൻ്റെ ഹൈറ്റ് കുറച്ചൊരു സ്റ്റോറേജ് ഏരിയ വെച്ചിട്ടുണ്ട്. അപ്പം അവിടെ വരുമ്പം സ്വാഭാവികമായിട്ടും ഈ ഡക്റ്റബിൾ ഇൻഡോർ വെക്കാൻ പിന്നെ സ്ഥലമില്ല, ഇതിനകത്ത് വെക്കാൻ പറ്റത്തില്ല. കാരണം ഇത് സീലിംഗ് ഹൈറ്റ് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇത് വഴി പറ്റത്തില്ല. പിന്നെ വെക്കാവുന്ന ഏരിയ ഈ ഏരിയയൊക്കെയാണ്. അപ്പം നമ്മൾ അതിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്താണ് ഉദ്ദേശിച്ചെന്ന്, എന്താ നോക്കിയെന്ന് പറഞ്ഞാൽ, ഡക്റ്റിലോട്ട് പോകേണ്ട കാര്യമുണ്ടോ എന്നുള്ള രീതിയിലാണ് നോക്കിയത്. ഡക്റ്റിലോട്ട് പോകുന്ന രീതിയിലല്ലാതെ ഇത് വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് സിമ്പിളായിട്ട് റൂം ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മൾട്ടിയിലോട്ട് പോകാൻ പറ്റുമോ, VRF എന്ന് പറഞ്ഞ കൺസെപ്റ്റിൽ തന്നെ VRFിനെക്കാട്ടിലും കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് മൾട്ടി. അപ്പം അങ്ങനെ ഈ പുറത്തെ 3 മുറിയിലോട്ട് ഒരു ഔട്ട്ഡോർ യൂണിറ്റ് ഇരുന്ന്, ഈ ഒരു ഔട്ട്ഡോർ ഇരുന്നിട്ട് സ്പ്ലിറ്റ്. ഞാൻ ഈ ഹീറ്റോട് കാൽക്കുലേഷൻ, സ്ക്വയർ ഫീറ്റ് വൈസ്, ഇതൊക്കെ ഈ കൺസെപ്റ്റിലോട്ടൊന്നും പോയില്ല. അതിലോട്ടെല്ലാം നമ്മൾ പോയി കഴിഞ്ഞിട്ടേ കൊട്ടേഷനിലോട്ട് പോകത്തുള്ളൂ. നമ്മൾ ഫസ്റ്റ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് ഈ ഏത് ടൈപ്പ് ഓഫ് യൂണിറ്റ് വേണം, ആ യൂണിറ്റിൻ്റെ ഒക്കെ പ്ലേസ്മെന്റ് എങ്ങനെയാണ്, ഇതിൻ്റെ ഒരു പ്രൈമറി ഡിസ്കഷനിലാണ്. അപ്പം ഈ 3 ഇൻഡോർ യൂണിറ്റും ഈ ഒരു ഔട്ട്ഡോർ യൂണിറ്റ് ഇരുന്ന് പോകും. ഇനി ഒരു കസ്റ്റമറിന് ഒരു സജഷനും കൂടെ വേണം, ഈ ഡൈനിങ് ഹാളിലും കൂടെ ഒരു കാസറ്റ് AC വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. എന്തുകൊണ്ടാണ് നമ്മൾ സ്പ്ലിറ്റിലോട്ട് പോകുന്നത്? സ്പ്ലിറ്റ് സ്വാഭാവികമായിട്ടും കോസ്റ്റ് കുറവായിരിക്കും. ഡക്റ്റിൻ്റെ മെഷീനും അതേപോലെ കാസറ്റ് മെഷീനെക്കാട്ടിലും കുറവായിരിക്കും. രണ്ടാമത്, നമ്മൾ ഈ കാസറ്റിലോട്ട് പോകുമ്പം ഡ്രെയിനേജിന് കൺസേൺ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ കാസറ്റിലോട്ട് നമ്മൾ പോകത്തുള്ളൂ. ഇവിടെ
ഇതിന്റെ ഔട്ട്ഡോർ, അതായത് ഈ ഇൻഡോറിന് ബാക്ക് സൈഡ് പുറത്ത് ഔട്ടായതുകൊണ്ട് ഡ്രെയിനേജിന്റെ ഇഷ്യൂസസ് വരത്തില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് സ്പ്ലിറ്റിലോട്ട് പോയത്. അപ്പം ഈ ഒരു മെഷീനകത്തിരുന്ന് 3 സ്പ്ലിറ്റും പിന്നെ ഒരു മെഷീനകത്തിരുന്ന് 2 ഇൻഡോറും, അതായത് ഈ മാസ്റ്റർ ബെഡ്റൂം ഇത് ഞാൻ ഇവിടെ വെച്ചെന്നേ ഉള്ളൂ. ഇത് നമുക്ക് പൊസിഷൻ എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോകാം. ഇത് നേരെ മേളിൽ റൂഫിലോട്ട് കൊണ്ടുപോയിട്ട് റൂഫിൽ ഇരുന്ന് കോർഡറിൽ വെച്ച് ചെയ്യാം. കാരണം ഈ മെഷീനിലോട്ട് പോകുന്നത് കോപ്പർ പൈപ്പ് ലൈൻ മാത്രമേ പോകുന്നുള്ളൂ. ഡക്ട് എന്നും പറഞ്ഞൊരു കൺസെപ്റ്റ് ഇവിടെ വരുന്നില്ല. അപ്പം ഫിൽട്ടർ ക്ലീനിങ് കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ്. ഈ മാസ്റ്റർ ബെഡ്റൂമിനകത്തും സ്പ്ലിറ്റ് ഇവിടെ വരുമ്പം ഒരു കാസറ്റ് ടൈപ്പ്, ഇവിടെ വരുമ്പം ഇതുപോലെ ഒരു കാസറ്റ് ടൈപ്പ് മെഷീൻ, 4-way മെഷീന്. ഇത് 1.5 ടണ്ണ് അല്ലെങ്കിൽ 1 ടണ്ണ് എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിച്ചത്. അപ്പം ഇതിന്റെ ഡ്രെയിനേജും അതേപോലെ തന്നെ കോപ്പർ പൈപ്പും എല്ലാം നമുക്ക് ഈ സീലിങ്ങിന്റെ മേളിൽ കൂടെ തന്നെ കൊണ്ടുവരാൻ പറ്റും. ഡ്രെയിനേജ് ഇവിടുന്ന് മാറ്റി നേരെ ഇത് ഇനി ഇതിന്റെ ഔട്ട്ലെറ്റിലൂടെ കൊടുക്കണമെന്നുണ്ട്. അതായത് ഈ വാനിറ്റി യൂണിറ്റിന്റെ ഔട്ട്ലെറ്റിലൂടെ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊണ്ടുപോകാം. അതല്ലാതെ അതായത് പുറത്തോട്ടൊന്നും വരാതെ നമുക്ക് അങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ, കാരണം സീലിംഗ് ഹൈറ്റ് ഉണ്ടല്ലോ, സീലിംഗിൽ തന്നെ നമുക്ക് എടുത്ത് ഈ പറഞ്ഞ പോലെ തന്നെ താഴോട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ആണ് ഈ പറഞ്ഞ മൾട്ടി സീരീസ് എന്നും പറഞ്ഞ് ഉള്ള ടൈപ്പ് ഉദ്ദേശിച്ചത്. ഇതൊന്ന്. ഈ മൾട്ടി അല്ലാതെ ഡക്ട് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഇവിടെ ഡക്ട് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ മെഷീൻ വെക്കാൻ പറ്റിയ, ഇൻഡോർ മെഷീൻ വെക്കാൻ പറ്റിയ സ്ഥലം ഈ 2 ബാത്റൂമാണ്. മാത്രമല്ല അങ്ങനെ ഡക്ട് വെച്ചാലും ഈ ലിവിങ് റൂമും അതേപോലെ ഡൈനിങ് റൂമിലോട്ടും നമുക്ക് സപ്ലൈ കൊടുക്കാം. പിന്നെ വേറൊരു മെഷീന് ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഡക്ട് മുഴുവനും ഇതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് പോകും. അപ്പൊ അങ്ങനെ ഈ ഒരു ഇതിലോട്ട് പോകണം വളരെ നീറ്റ് ആൻഡ് റെഡി ആയിട്ട്, ഇങ്ങനെ സിമ്പിളായിട്ട് മൾട്ടി എന്നും പറഞ്ഞ സീരീസ് ഉള്ള കാരണം ഇങ്ങനെ ചെയ്തുകൂടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ HVAC ഉദ്ദേശിച്ചത്. അപ്പം ഇത് കാസറ്റ്, സ്പ്ലിറ്റ്, ഇതൊരു ഭാഗം സാറേ. ഇനി നമ്മൾ രണ്ടാമത് കിച്ചന്റെ സ്റ്റാർട്ടിങ് ഫ്രം ലെഫ്റ്റ്. കിച്ചൺ കുറച്ചും കൂടെ നമുക്ക് ബഡ്ജറ്റ് കുറയ്ക്കാം. ഞാൻ അതിനകത്ത് 2-3 ആദ്യം ഡിസൈൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നമ്മുടെ എന്തൊക്കെ നമുക്ക് ഓൾട്രേഷൻ ചെയ്യാൻ പറ്റും. ഈ സിങ്ക് ഞാൻ 2 അടിയുടെ സിങ്ക് ആണ് ഇട്ടിരിക്കുന്നത്. 2 അടിയുടെ സിങ്ക് 24 into 18 24 into 14 സോറി 24 inch into 14. അപ്പം ഇത് തുറന്നു കഴിഞ്ഞാൽ ഇതുപോലെ വേസ്റ്റ് ബിൻ കാണും. നമ്മുടെ ഡോറിൽ തന്നെ, ഡോറിൽ ഇവിടെ വെച്ചിട്ടില്ലെന്നേ ഉള്ളൂ, ഡോറിൽ ഇവിടെ ആയിരിക്കും. ഇതൊക്കെ ബെത്തിന്റെ പ്രോഡക്റ്റ് തന്നെയാണ്. ഈ വേസ്റ്റ് ബിന്ന്, ഡിറ്റർജന്റ്, ഇതൊക്കെ ഞാൻ എല്ലാം ഒറ്റ വീഡിയോക്കകത്താക്കി അതിന്റെ ദൈർഘ്യം കൂട്ടുന്നില്ല. സിങ്കിന്റെ യൂണിറ്റ്, ഈ സിങ്കിന്റെ യൂണിറ്റ് വലിപ്പം കൂട്ടാം. ഇത് ഞാൻ 351, അതായത് ഞങ്ങൾ പല ടൈപ്പ് ഓഫ് ഡ്രോയേഴ്സ് ഉണ്ട്. 4 ഡ്രോയർ, 5 ഡ്രോയർ. ഈ ഷട്ടറിന്റെ ഹൈറ്റ് വെച്ച് സാർ അതിനെ മനസ്സിലാക്കിയാൽ മതി. ഇതിപ്പം ഒരൊറ്റ യൂണിറ്റ് ആയിരിക്കും. ബെത്തിനെ സംബന്ധിച്ചോളം എങ്ങനെയാന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതുപോലെ ഓരോ മോഡ്യൂളാണ്. ഇതുണ്ട്, ഇത് ഒരു മോഡ്യൂള്, ഇതൊരു മോഡ്യൂള്. സാറിന് ഈ കൺസെപ്റ്റ് മനസ്സിലായില്ലേ? അപ്പം ഇത് 35 സെന്റിമീറ്റർ ഹൈറ്റ് വരുന്ന 2 ഡ്രോയറുള്ള ടൈപ്പ്. പിന്നെ ഇത് ഒരു എൽ കോർണറാണ്. ഇത് തുറന്നു കഴിഞ്ഞാൽ ഇതുപോലെ അകത്ത് ഒരു ഷെൽഫായിരിക്കും. ഇതിൽ തന്നെ ഡീട്രേ, മാജിക് കോർണർ, ഇങ്ങനെയൊക്കെയുള്ള പ്രൊഫൈലുണ്ട്. ഈ നമ്മൾ വലിയ ഉരുളി അല്ലെങ്കിൽ വർഷത്തിൽ 2-3 പ്രാവശ്യം മാത്രം എടുക്കുന്ന വലിയ സാധനങ്ങൾ ഉൾപ്പെടെ ഇതിനകത്ത് ഈസി ആയിട്ട് സ്റ്റോർ ചെയ്യാനും അതുപോലെ തന്നെ ആവശ്യം വരുമ്പോൾ എടുക്കാനും എല്ലാം ഈ ഡബിൾ ഡോർ കോർണർ യൂണിറ്റ് സഹായകരമാവും. ഇതിന് 2 ടൈപ്പ് ഓഫ് ഡോർസ് ഉണ്ട്. ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നത് ഇത് ഇവിടെ 4 ഹിഞ്ചസ് വരും, ഡ്രാഗൺ ഹിഞ്ചസ്. ഇവിടെ 2 135 ഡിഗ്രിയുടെ ഹിഞ്ചസ് വരും. അതായത് ഒരു ഡോറിലായിരിക്കും അടുത്ത ഡോറ് സപ്പോർട്ടീവ്. ഇങ്ങനെ ഒരു ഇതുണ്ട്. അതല്ലാതെ ഈ ഒരു ഡോറ് സെപ്പറേറ്റ് ആയിട്ട് തുറക്കും, ഈ ഡോറ് സെപ്പറേറ്റ് ആയിട്ട് തുറക്കും. അങ്ങനെ ഒരു
മോഡ്യൂളും നമുക്ക് ഈ പറഞ്ഞ പോലെ കമ്പനിയിലുണ്ട്. അത് കഴിഞ്ഞാൽ ഇതാണ് നോർത്ത് സൈഡ്. ഇത് നോർത്ത് വോള്. ഇനി ഈസ്റ്റ് വോൾ. അപ്പം ഈസ്റ്റ് വോളിനകത്ത് മേളിൽ കട്ട്ലറി വെക്കാൻ വേണ്ടി 17 സെന്റിമീറ്ററിന്റെ ഡ്രോയർ. താഴെ ഞാൻ പൊതുവെ ഡ്രോയറും കൂടെ കേട്ടോ, നമുക്ക് പല ടൈപ്പ് ഓഫ് മോഡ്യൂൾസ് ഉണ്ട്. ഈ മേളിലും ഡ്രോയർ, താഴെ 52 സെന്റിമീറ്റർ ഹൈറ്റിലുള്ള ഇതുണ്ട്. ഈ വലിപ്പത്തിൽ തന്നെയുള്ള ഡ്രോയറുണ്ട്. അപ്പോൾ നമുക്ക് പ്രഷർ കുക്കർ അതുമാതിരിയുള്ള സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുമാതിരിയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ഇത് ഒരു ഗൂഗിൾ മീറ്റിലോ നമുക്ക് കൂടുതൽ ഞാൻ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇവിടെ ഞാൻ ഇട്ടിരിക്കുന്നത് ഇതുപോലെ ഡോർ ടൈപ്പാണ്. ഒന്ന്, ഞാൻ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയും, രണ്ട്, ഈ ഡ്രോയർ വരുമ്പം ചില ഈ ഗ്യാസ് പൈപ്പ് ലൈന് നമുക്ക് ഇവിടെ നിന്ന്, ഇതാണ് ഇപ്പോൾ ഗ്യാസ് പൈപ്പ് ലൈൻ വന്ന് നിൽക്കുന്നത്. ഇവിടെ ഒരു വാൽവ് കാണും. കസ്റ്റമർ ചിലവർ പറയും നമുക്ക് ഈ വാൽവ് ഈ ഡോറ് തുറന്ന ഉടനെ ഇവിടെ കിട്ടണം, അല്ലെങ്കിൽ ഈ സൈഡിൽ കിട്ടണം, നമുക്ക് അങ്ങ് ബെൻഡ് ചെയ്ത് വേണ്ട. അപ്പോൾ അത് ഡ്രോയർ ഉണ്ടെങ്കിൽ കുറച്ച് പ്രയാസമായിരിക്കും. അതിനാണ് നമ്മൾ ഇതിനെ ഇങ്ങനെ ആക്കിയത്. ഈ ഗ്യാസ് പൈപ്പ് ലൈന് വേറെ ഐഡിയാസ് ഒക്കെ ഉണ്ട് കേട്ടോ സാറേ. അതൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ആ പൈപ്പ് ലൈന് ഈ ഇതിലോട്ട് കൊണ്ടുവരാൻ പറ്റും, ഈ സൈഡിൽ കൊണ്ടുവരാൻ പറ്റും, ഇവിടെ നിന്ന് പൈപ്പ് അങ്ങോട്ട് കൊണ്ടുപോകും. അതായത് ഗ്യാസ് പൈപ്പ് ലൈന് പുറത്ത് കാണാത്ത രീതിയിൽ വേറെ ഏത് കിച്ചണിനകത്ത് ചെയ്യുന്നതിനെക്കാട്ടിലും ബെറ്റർ ആയിട്ട് നമുക്ക് ബെത്തിനകത്ത് ചെയ്യാൻ പറ്റും. അതിൻ്റെ സ്ട്രക്ചറിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് ഞാൻ വിശദമായിട്ട് പറയാം. ഞാനിപ്പം ഇതൊന്നും ഇല്ലാതെ ബേസിക് ആയിട്ട് ഉള്ള ടൈപ്പാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ 2D പുള്ളോട്ട്. അപ്പം ഒരു കിച്ചണിനകത്ത് നിൽക്കുമ്പം ഫസ്റ്റ് ഈ കട്ട്ലറി, നൈഫ് അതുമാതിരി വെക്കാൻ വേണ്ടിയുള്ള 17 സെന്റിമീറ്ററിൻ്റെ ഡ്രോയറും, അതേപോലെ ഫ്രൈയിങ് പാന് അതുമാതിരിയുള്ള സാധനങ്ങളൊക്കെ താഴെ ഉണ്ട്, അത് എടുക്കാനും, പിന്നെ വേറെ വെസൽസോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ വാഷ് ചെയ്തിട്ട് ഇതിനകത്ത് വയ്ക്കുന്ന ഈ സെറാമിക് ഐറ്റംസ് എന്നുള്ള രീതി. അപ്പം നിൽക്കുന്ന സ്ഥലത്ത് ഇരുന്നുകൊണ്ട് തന്നെ കിച്ചണിനകത്ത് എല്ലാ സാധനങ്ങളും കൈയെത്തുന്ന ദൂരത്ത് നിൽക്കുന്ന രീതിയിൽ. അപ്പോൾ ഈ 2D പുള്ളോട്ട് മേളിലും 1 ലിറ്ററിൻ്റെ കുപ്പി, താഴെ 1 ലിറ്ററിൻ്റെ കുപ്പി വെക്കാം, അങ്ങനെ അടയുന്ന രീതിയാണ്. പിന്നെ ഇതൊരു നോർമൽ, ഞാൻ ഇതൊന്ന് കാണിച്ചോട്ടെ. വേണ്ട, ഇതൊരു ഒറ്റ പീസാണ്. ഞാനത് ഈ കമ്പനിയുടെ സോഫ്റ്റ്വെയർ അല്ല ഇത്, നമ്മൾ നോർമൽ സ്കെച്ചപ്പിലാണ്. കാരണം കമ്പനിയുടെ സോഫ്റ്റ്വെയറിനകത്ത് ഇങ്ങനത്തെ ഈ വീഡിയോസൊക്കെ ചെയ്യുമ്പം അത് ഒരു കസ്റ്റമറിന് മനസ്സിലാക്കാൻ കുറച്ച് ഇത്രത്തോളം സൗകര്യപ്രദമായിരിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാനിത് എൻ്റെ രീതിയിലുള്ള സ്കെച്ചപ്പിലാക്കി ഞാൻ പറയുന്നത്. അപ്പം ഇത് ഒരൊറ്റ യൂണിറ്റാണ്. ഇതുണ്ടോ, ഇതൊരു ഇൻഡോർ, ഇതുണ്ടോ, ഇതിനകത്തൊരു ഷെൽഫാണ്. ഈ ഷെൽഫ് തന്നെയാണ് ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ സാറിന് കാണുന്നത്. ഇത് ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഇങ്ങനത്തെ ഡോർ കോർണറിനകത്ത് ഇരുന്ന് നമുക്ക് മാജിക് കോർണർ, എസ് പ്രൊഫൈല്, ഡി ട്രേ ഇങ്ങനെയൊക്കെ ചെയ്യാം. ഞാൻ നോർമൽ ഷെൽഫുള്ളതാണ് എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത്. പ്രൊഫൈലുകൾ വെക്കുന്നതിനകത്ത് കുഴപ്പമൊന്നുമില്ല, ഷോ ആയിരിക്കും, പക്ഷെ ക്ലീനിങ് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ആ ഫ്ലോർ യൂണിറ്റ് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് ഈ സൗത്ത് സൈഡിലോട്ട് പോകാം. സൗത്തിലോട്ട് മൈക്രോവേവ് വയ്ക്കാൻ വേണ്ടി ഞാൻ മൈക്രോവേവും സ്റ്റോറേജും ഇതൊരൊറ്റ യൂണിറ്റാണ്. ഇതുണ്ടോ, ഇത് യൂട്ടിലിറ്റി യൂണിറ്റ്. പാൻട്രി യൂണിറ്റ് പല ടൈപ്പ് ഉണ്ട്. നമുക്ക് ഇൻബിൽട്ട് റെഫ്രിജറേറ്റർ, ഇൻബിൽട്ട് ഗ്രില്ല്, ഇങ്ങനെ പല രീതിയിലുള്ള യൂണിറ്റ്സ് ഉണ്ടെങ്കിലും ഇത് ഒരു പാൻട്രി യൂണിറ്റ് ആണ്. അപ്പോൾ പാൻട്രി യൂണിറ്റിന്റെ മേളിൽ സ്റ്റോറേജ്, താഴെയും സ്റ്റോറേജ്. ഇത് സ്റ്റോറേജ് ആണ്, അത് ഡോറ്. അപ്പം നടുക്ക് ഈ പറഞ്ഞ മൈക്രോവേവ് ഓവന് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് മിക്സി കാര്യങ്ങളെല്ലാം താഴെ വെക്കാം എന്നുള്ള രീതിയിലാണ് അത് ഉദ്ദേശിച്ചത്. പിന്നെ മേളിൽ ഇവിടെ റെഫ്രിജറേറ്റർ വരുന്നു. റെഫ്രിജറേറ്ററിന്റെ മേളിൽ നമുക്ക് ക്ലാഡിംഗ് ഒക്കെ കൊടുക്കാം, മേളിൽ സ്റ്റോറേജ് ഒക്കെ വെക്കാം. നോർമലി ഈ റെഫ്രിജറേറ്ററിന്റെ മേളിൽ എപ്പോഴും തുടയ്ക്കണം. കാരണം എല്ലാ ഈ അടുക്കളക്കകത്ത് ഈർപ്പം, എണ്ണ, തീയ് ഇതിന്റെ പ്രസൻസ് ഉള്ള കാരണം രാത്രിയാവുമ്പം ഈ ഡ്യൂ പോയിന്റ് വഴി ഇത്
ഇതെല്ലാം നേരെ ഈ മെറ്റലിൻ്റെ മേളിലും ഗ്രാനൈറ്റിൻ്റെ മേളിലും വീഴും. അപ്പോൾ അതിൻ്റെ മേളിൽ ഒരു സ്റ്റോറേജ് വെക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെ വെക്കാതെ ഞാൻ ഫ്രീ ആക്കിയാണ് വെച്ചിരിക്കുന്നത്, ഒരു ക്ലീനിങ് പർപ്പസിൻ്റെ ഒരു സൗകര്യത്തിന് വേണ്ടി. അതേപോലെ തന്നെ ഇവിടെ സ്റ്റോറേജ് നമുക്ക് കോർണർ യൂണിറ്റ്സ് ഒക്കെ ഉണ്ട്. കോർണർ ഓപ്പൺ ആയിട്ടിരിക്കുന്ന കോർണർ ഷെൽഫൊക്കെ ഉണ്ട്. ഞാൻ ക്ലോസ്ഡ് ഡോർ ആണ് ഇട്ടിരിക്കുന്നത്. ഈസ്റ്റിലോട്ട് വന്നു കഴിയുമ്പം ഇത് ജനലിൽ തന്നെ നമുക്ക് ഈ ലിൻഡലിൽ ഇരുന്ന് സ്റ്റീൽ ഇതുണ്ട്, ഫ്രെയിമുണ്ട്. അതിലാണ് ഈ ചിമ്മിനി നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിമ്മിനി ഏറി നിൽക്കുന്ന പോലെ ഇരിക്കത്തുള്ളൂ. നമുക്ക് ജനൽ തുറക്കുകയും ചെയ്യാം. സൗകര്യപ്രദമായിട്ടുള്ള വീണ്ടും ഫ്രഷ് ആകും. അതായത് ഇതിൻ്റെ കൂട്ടത്തിൽ ജനലും കൂടെ എക്സോസ്റ്റിന് സപ്പോർട്ടീവ് ആയിരിക്കും. വീഡിയോ കുറച്ച് ലെങ്തി ആവുന്ന കാരണമാണ് ഞാൻ പെട്ടെന്ന് ഫോർവേഡ് ചെയ്യുന്നത്. ഇത് മിക്സി, ഗ്രൈൻഡർ, ഇതുമാതിരിയുള്ള സാധനം. അപ്പം വാഷ് ചെയ്യുന്നു, പാത്രങ്ങൾ ഇവിടെ വരുന്നു, ഗ്രൈൻഡർ, മിക്സി, അതുമാതിരിയുള്ള ഇതിനകത്തും വാഷ് ചെയ്ത് ഇങ്ങോട്ട് നേരെ തള്ളാം എന്നുള്ള രീതിയിലാണ് ഇവിടെ പോയിന്റ് വെച്ചത്. ഇത് GTPT യൂണിറ്റ്. ഇവിടെ നിന്ന് വാഷ് ചെയ്തിട്ട് നമ്മൾ ഈ നിത്യം യൂസ് ചെയ്യുന്ന പ്ലേറ്റുകളും അതേപോലെ ഈ GTPT യൂണിറ്റൊക്കെ ഞങ്ങളുടെ തന്നെയായിട്ടുള്ള പ്രോഡക്റ്റ്സ് ഉണ്ട്, ബെത്ത് ലിവിങ്ങിൻ്റെ തന്നെയായിട്ടുള്ള പ്രോഡക്റ്റ്സ് ഉണ്ട്. ഇത് വാട്ടർ പ്യൂരിഫയർ അകത്ത് വരുന്ന രീതിയിലാണ് ഞാൻ പ്ലാൻ ചെയ്തത്. ഈ വാട്ടർ പ്യൂരിഫയറിൻ്റെ ബേസ് കണ്ടാൽ സാറിന് കാണാം, ഇതുണ്ടോ, ഇതിൻ്റെ പൈപ്പ് ഇങ്ങനെ പുറത്തായിരിക്കും. അതായത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുറച്ച് താത്തൊക്കെ വെക്കാം, ഈ താത്തൊക്കെ കൊണ്ടുവരാം. ഇത് ഞാൻ പറഞ്ഞത് ഇവിടെ തന്നെ എടുക്കാൻ പറ്റും. ഇതിൻ്റെയൊക്കെ വീഡിയോസ് എനിക്ക് വേറെ ഉണ്ട്, ഞാനത് ഷെയർ ചെയ്യാം. എന്തായാലും ഞാൻ GTPT യൂണിറ്റ് അതേപോലെ തന്നെ വാട്ടർ പ്യൂരിഫയർ ഇങ്ങനെയാണ് കൊണ്ടുവന്നത്. ഇത് സ്റ്റോറേജ് ഉള്ള രീതിയിൽ. അപ്പം ഇതാണ് കിച്ചണിൻ്റെ ഒരു ഡിസൈന്. ഇതൊക്കെ ബെത്തിൻ്റെ തന്നെ പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ സാറേ. ഈ സോഫ സെറ്റൊക്കെ ഒന്നാം തരം സാധനമാണ്. കാരണം അകത്തിരിക്കുന്നത് GI ഷീറ്റിൽ സ്ട്രക്ചറാണ്. അപ്പോൾ എത്ര കാലം കഴിഞ്ഞാലും ഇതിന് ഇളക്കോ കാര്യങ്ങളോ ടെർമൈഡോ അങ്ങനത്തെ ഒരു ഇഷ്യൂവും ഈ പറഞ്ഞ പോലെ വരത്തില്ല. ആദ്യത്തെ ഒരു സ്റ്റഡിനെസ് ഒക്കെ കുറേ കഴിയുമ്പം വുഡിനകത്തിരിക്കുന്നതൊക്കെ പോകും, ഈ പ്ലൈവുഡിനകത്തിരിക്കുന്നതൊക്കെ പോകും. അങ്ങനെ ഒരു ഇഷ്യൂസസ് ഒന്നും ഇതിനകത്ത് വരത്തില്ല. ഇതും ബെത്തിൻ്റെ പ്രോഡക്റ്റാണ്. ഈ ടേബിൾസ് അതേപോലെ തന്നെ ഇതെല്ലാം ഒരു പാർട്ടീഷൻ വോള് പോലെ വരുന്ന ടൈപ്പാണ്. ഇതൊക്കെ ഇങ്ങനെ അല്ലാതെ നമുക്ക് അലുമിനിയം ഫാബ്രിക്കേഷനകത്തൊക്കെ ചെയ്തു തരാൻ പറ്റും. ഞാൻ ബെത്തിൻ്റെ പ്രോഡക്ട്സ് മാത്രമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇത് ബെത്തിൻ്റെ തന്നെ ഡൈനിങ് ടേബിൾസ് ഉണ്ട്, അതേപോലെ തന്നെ ക്രോക്കറി ഷെൽഫ്. ഇത് ഫ്ലോർ യൂണിറ്റാണ്. ക്രോക്കറി ഷെൽഫ് തന്നെ വോൾ യൂണിറ്റ് വരുന്ന ക്രോക്കറി ഷെൽഫും ഒക്കെ ഉണ്ട്. അപ്പം ഇത് ബേസ് യൂണിറ്റും ഇതിൻ്റെ മേളിൽ വോൾ യൂണിറ്റും, അങ്ങനെ ഡൈനിങ് ഹാള്. പിന്നെ അതേപോലെ തന്നെ ബെഡ്റൂമിനകത്ത് ഇത് കിങ് സൈസ് ഉണ്ട്, ക്വീൻ സൈസ് ഉണ്ട്. അതേപോലെ ഇതിപ്പം 120 6 അടിയുടെയാണ്. ഈ പറഞ്ഞ പോലെ തന്നെ 4 അടിയുടെയാണ് ഇട്ടിരിക്കുന്നത്, 4 അടിയുടെ. ഇത് അതേപോലെ തന്നെ ബെഡ്റൂം ടേബിള്, വാർഡ്രോബ്സൊക്കെ എല്ലാ ടൈപ്പ് ഓഫ് വാർഡ്രോബ്സും ഉണ്ട്. ഇത് നമ്മൾ നോർമൽ 3 അടിയുടെ വാർഡ്രോബാണ് ഇട്ടിരിക്കുന്നത്. 3 അടിയുടെ നോർമൽ വാർഡ്രോബാണ് ഇട്ടിരിക്കുന്നത്. ഇത് ഞാൻ ഇവിടെ വെക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഇടയ്ക്ക് ഞാൻ സാറിനോട് ചോദിച്ചില്ലേ, നമ്മളിപ്പം നോർത്തിലോട്ടാണ് ഇത് ഫേസ് ചെയ്ത്, ഇതാണ് നോർത്ത് സൈഡ്. അപ്പം ഈ ഹെഡ് റെസ്റ്റ് എല്ലാം ഞാൻ ഇട്ടിരിക്കുന്നത് വെസ്റ്റ്. നമുക്ക് സൗത്തിലോട്ട് വെക്കാൻ പറ്റത്തില്ലല്ലോ ഹെഡ് റെസ്റ്റ്. നോർത്തിലോട്ട് വെക്കാം, ഈസ്റ്റിലോട്ട് വെക്കാം, വെസ്റ്റിലോട്ട് വെക്കാം. അപ്പം ഞാൻ അങ്ങനത്തെ രീതിയിലാണ് ഈ ബെഡ് പൊസിഷൻ ചെയ്തത്. നമുക്ക് ഇത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുമെന്ന് എനിക്കറിയാം. എന്താണെങ്കിലും ഞാനൊരു ഇങ്ങനെയാണ് വെച്ചത്. അത് നമുക്ക് പിന്നീടുള്ള ഡിസ്കഷനകത്ത് മാറ്റം വരുത്താം. ഇതാണ് സാറേ പ്ലാന്. ഇതിൻ്റെ AC-യുടെ അതേപോലെ തന്നെ കിച്ചൻ്റെയും ഇതിൻ്റെ എല്ലാം കൊട്ടേഷൻ ഞാൻ സാറിന് ഇന്ന് തന്നെ അയച്ചു തരാം. ഓക്കെ, താങ്ക് യു.